റിതം ഓഫ് ലൈഫിന്റെ എല്ലാവർക്കും ഞങ്ങളെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞു നിർത്തുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാൻ അറിയില്ലെങ്കിലും നിങ്ങൾ എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞുതരാൻ എനിക്കറിയാം. കാരണം അത്രയും അബദ്ധങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളല്ല. I statements are a simple way of speaking that will help you avoid this trap by reducing feelings of blame. Now we are going to another dimension of our experience. Come with me. ആളുടെ ഈ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സാധനം ഇവിടെ ചെറുതുമാണ്. മുമ്പുണ്ടായ മനോഭാവത്തിൽ നിന്നും ഇപ്പോഴുള്ള മനോഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം? ഒരു സഹതാപം തോന്നും. പാവം ഒന്ന് കെട്ടിപ്പിടിച്ചേ. എല്ലാവരും പോസിറ്റീവ് തിങ്ക് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ടോക്സിക് പോസിറ്റിവിറ്റി പറഞ്ഞൊരു വീഡിയോ ഇട്ടു. കുടുങ്ങി കുറേ പേര് എന്നെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞു. എല്ലാവരും മനുഷ്യനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, നിങ്ങൾ ടോക്സിക് പോസിറ്റിവിറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുറെ കൊല്ലമായില്ല പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ആയില്ല എപ്പോഴും. ദ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്ന്. എല്ലാവരും പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങേ കേട്ടിട്ടുണ്ടാവുള്ളൂ. എനിക്കിങ്ങനെ ഞാൻ മടക്കുള്ളൂ. എങ്ങനെയുണ്ട്? സുഖണ്ട? ഇല്ല. കുട്ടി ചിരിക്കുക. പരമാവധി നേരേക്ക് പുഷ് ചെയ്യണം. കൈ ഒന്ന് കുനിയണം, ചെറുതായിട്ട് താഴേക്കാവും. സ്റ്റോപ്പ്. ചെറിയ ഡാൻസ് സ്റ്റെപ്പ് ആക്കുക. രണ്ടുപേരും കൂടെ അസോസിയേറ്റ് ചെയ്ത് എന്ത് എക്സ്ട്രാ മൂവ്മെന്റ്സും നിങ്ങൾക്ക് അതിലേക്ക് കൊടുക്കാം. ഒരാൾ മറ്റാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം, പുതിയ മൂവ്മെന്റ്സ് കൊടുത്തിട്ട്. ഡീപ് ബ്രീത്ത് ഇൻ, ഡീപ് ബ്രീത്ത് ഔട്ട്. കണ്ണടച്ചു നിൽക്കൂ. മൂക്കുകൊണ്ട് ആ മണം ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത ഒരു ദൃശ്യത്തിലേക്ക് ശ്രദ്ധിക്കും.
മീനിങ് ഓഫ് ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കും. There is no general meaning of life. How do you find that wisdom? എനിക്കത് കറക്റ്റായത് എൻ്റെ ചിന്താഗതി ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. കൂടുതൽ ഫ്ലക്ച്വേഷൻസ് ഇല്ലാത്ത ഒരു 70% ഉള്ള ഇൻട്രോവേർട്ടായ ആളുകൾക്ക് കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. ഇൻട്രോവേർട്ടുകൾക്ക് കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. ഇൻട്രോവേർട്ടുകൾക്ക് എത്ര കാര്യങ്ങൾ എന്ത് ചെയ്താലും ബോറടിക്കും നിർത്തുന്നില്ല. പിന്നെ ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ആ ബുദ്ധിമുട്ടിൽ ഞാൻ സുഖം കണ്ടെത്താൻ തുടങ്ങി. വീണ്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനാണെന്ന് കരുതണ്ട. വേറെ ഒരു ഏരിയ കൊടുക്കില്ല. ആ ഒരു ക്രൈറ്റീരിയാസ് ബേസ്ഡ് ട്രസ്റ്റ് ബിൽഡിംഗ്. Forgiveness is not forgetting how you were wronged or pretending like nothing happened. മോഡിഫിക്കേഷൻസ് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കൂടെ ഒരാൾ ഒരിക്കൽ എന്നോട് വലിയൊരു മിസ്റ്റേക്ക് ചെയ്താൽ സെയിം റിലേഷൻ ഞാൻ പിന്നീട് ഒരിക്കലും കൊണ്ട് നടക്കും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈഫ് പ്രസന്റ് സിറ്റുവേഷനിൽ ചൂഷണം ഒരുപാട് ചെയ്യപ്പെടുന്നുണ്ട് ജനങ്ങൾ. നല്ല സന്തോഷമുള്ള സമയത്ത് നമ്മൾ ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കരുത്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതെ 2 ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പീരിയൻസ് അത് വളരെ വലുതായിട്ട് തോന്നുന്നു.